ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് അധിക ചേരുവകളൊന്നും വേണ്ട, വളരെ സിമ്പിൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ആക്കി കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യിൽ വെച്ചിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു ബ്രെഡ് മുഴുവനും അങ്ങനെ ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുത്തിട്ടും ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡെല്ലാം ടോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലൊരു പാത്രം എടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത അതേ പാനിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പാൽ അത്യാവശ്യം തിളച്ച് വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ പാലൊന്നും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ ആ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂളാവുമ്പോൾ ഒന്നും കൂടി തിക്കായി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതേ ചൂടോടുകൂടി തന്നെ ഞാൻ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡി ആയി കേട്ടോ. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള സ്വീറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.